ഹായ്. അപ്പോൾ ഇന്നത്തെ കഥ വേറെ ഒന്നുമല്ല, ഒരു പനിക്കഥയാണ്. മുത്തലക്ഷ്മിയുടെ കല്യാണം കഴിഞ്ഞ ശേഷം ഓടി നടന്ന് എനിക്ക് പനി വരും. കല്യാണത്തിന്റെ പിറ്റേന്ന് തൊട്ടേ തുമ്മല്, ജലദോഷം, ഇനിയിപ്പോൾ പനിയോ. ഈ പനി ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ആദു ബേബിയുടെ കയ്യിൽ. ആദ്യകുട്ടിക്ക് 3 ദിവസം കൊണ്ട് തന്നെ പനിയാണ്. ആദ്യകുട്ടി എടുത്തോണ്ട് നടന്നതൊക്കെ ഞാൻ 2 ട്രിപ്പ് ഉണ്ടായിരുന്നു. ഞാനും മുന്നേ കിടന്നും ഇരുന്നും കുറെ ടൈം കയ്യിൽ കുത്താൻ ഞരമ്പ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. അപ്പോഴേക്കും ബ്ലഡ് റിസൾട്ട് വന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് ബ്ലഡിൽ കുറച്ച് ഇൻഫെക്ഷൻ ഉണ്ടെന്ന്. അതുകൊണ്ട് എന്നും വന്ന് ആന്റിബയോട്ടിക് രാവിലെയും രാത്രിയും എടുക്കാൻ പറഞ്ഞു. 5 ഡേയിലേക്ക് ആന്റിബയോട്ടിക് എടുക്കുമ്പോൾ മരുന്നുണ്ടെങ്കിൽ കയറി പോകുന്നതും. ഇനിയിപ്പോൾ അത് വലിച്ചൊരിയിട്ട് ഡയറക്റ്റ് ആയിട്ട് കുത്താന്ന് പറഞ്ഞു. ഡയറക്റ്റ് ആയിട്ട് കുത്തിയപ്പോൾ ഒടുക്കത്തെ വേദനയും മരുന്ന് കയറി പോകുന്നതേ ഇല്ലായിരുന്നു. സിസ്റ്ററും മാക്സിമം നോക്കി, പക്ഷെ കയറുന്നേ ഉണ്ടായിരുന്നില്ല. അതാണെങ്കിലും ഭയങ്കര വേദനയും. ഞാൻ അങ്ങനെ ഊരാൻ പോകും. ഇനിയിപ്പോൾ അടുത്ത സംഭവിക്കാൻ പോകുന്നത് അടുത്ത കയ്യിൽ ഞരമ്പ് നോക്കി കുത്തിയിട്ട് അതിൽ ഇഞ്ചക്ഷൻ വെക്കണം. ഇനിയിപ്പോൾ റൈറ്റ് ഹാൻഡിൽ ഞരമ്പ് കണ്ടുപിടിച്ചിട്ട് അതിൽ ഇഞ്ചക്ഷൻ വെക്കുക. സിസ്റ്റർ പറയുന്നുണ്ടായിരുന്നു വാ തുറന്നിട്ട് നല്ല രീതിയിൽ ശ്വാസം വിടാം, ആന്റിബയോട്ടിക് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഛർദ്ദിക്കുമെന്ന്. ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞത് എനിക്ക് തല ഉറക്കുമായിരുന്നു.